ഞാൻ ഡോക്ടർ വി സുഭാഷ് ചന്ദ്രബോസ്. പരിസ്ഥിതി സംരക്ഷണം, കാലാവസ്ഥാ പരിപാലനം, ദുരന്ത നിവാരണം, സാംസ്കാരികം, സാമൂഹികം, രാഷ്ട്രീയം, ചരിത്രം തുടങ്ങിയ വിവിധ മേഖലകളിൽ വർത്തമാനകാല പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനും കഴിഞ്ഞുപോയ കാലങ്ങളിലെ ശരിതെറ്റുകൾ വിലയിരുത്തുന്നതിനും പുതിയൊരു സർഗാത്മക സംവാദം തുറക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഗ്രീൻ ഗ്ലോബൽ എന്ന പേരിൽ ഒരു ചാനൽ ആരംഭിച്ചിട്ടുള്ളത്. ഈ ചാനൽ എല്ലാവരും കാണുകയും കമൻറ്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും വേണം. ഷെയർ ചെയ്തതിന് ശേഷം പരമാവധി ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യണം. ആ നിലയിൽ ഞാൻ ഉയർത്തിക്കൊണ്ടുവരുന്ന വിഷയങ്ങൾ, ചർച്ച ചെയ്യുന്ന പ്രശ്നങ്ങൾ സമൂഹത്തിൻ്റെ മുഖ്യധാര വിഷയങ്ങളായി ചർച്ച ചെയ്യുവാൻ എല്ലാവരും സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഞാൻ ഇന്നിനി പുതിയ വിഷയത്തിലേക്ക് വരികയാണ്. കേരളത്തിലെ കുടിവെള്ള വിതരണ മേഖലയിൽ എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, കേരള ജല അതോറിറ്റി ഇനി എത്ര കാലം ഉണ്ടാകും തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ചരിത്രം പരിശോധിച്ചുകൊണ്ട് മാത്രമല്ലയോ വർത്തമാനകാലത്തെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുകയുള്ളൂ. ഞാൻ ഒരുപാട് പുറകിലേക്ക് പോകുന്നില്ല. എന്നാലും 1865 മദ്രാസ് ഗവൺമെൻറ് നഗര വികസന നയം പാസാക്കി. ഈ നിയമത്തിൻ്റെ കീഴിൽ മദ്രാസ് സംസ്ഥാനത്ത് 28 മുനിസിപ്പൽ കൗൺസിലുകൾ രൂപീകരിക്കാൻ അനുമതി നൽകി. ഇതിൻ്റെ ഭാഗമായി 1866 ജൂലൈ 3 കോഴിക്കോട് മുനിസിപ്പാലിറ്റിയും നിലവിൽ വന്നു. അവിടെ 36,602 പേർ മാത്രം ജനസംഖ്യയും 11.75 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള പൈപ്പ് ലൈനും സ്ഥാപിച്ചിരുന്നു. അതാണ് ഒരു കഥ. അതിനുശേഷം 1870 കൽക്കത്ത നഗരത്തിലാണ് രാജ്യത്തെ ആദ്യത്തെ പരിഷ്കരിച്ച ശുദ്ധീകരണ ജല സംവിധാനം വരുന്നത്. 1895 1914 കാലഘട്ടത്തിൽ കൊച്ചി രാജ്യം ഭരിച്ചിരുന്ന രാജർഷി രാമവർമ്മ മഹാരാജാവിൻ്റെ ഭരണകാലത്ത് അവിടെയും ജലം പൈപ്പിലൂടെ വിതരണം ചെയ്തിരുന്നു. 1914 സഫലീകൃതമായ ചൊവ്വര ജലശുദ്ധീകരണ പദ്ധതി നടപ്പിലാക്കിയിരുന്നു. അങ്ങനെ ഒരു വഴിക്ക് ഒരു ദിശയിൽ നീങ്ങുമ്പോൾ തിരുവനന്തപുരത്ത് 1800കളിൽ തുടങ്ങി 1829 കമ്മീഷൻ ചെയ്യുകയും ചെയ്തിട്ടുള്ള തിരുവനന്തപുരം വെല്ലിംഗ്ടൺ വാട്ടർ വർക്ക്സ് ഉണ്ട്. ആ കാലഘട്ടത്തിൽ ജലത്തെ മാത്രമായിരുന്നില്ല, വാട്ടർ ആൻഡ് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ വാട്ടർ ആൻഡ് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി പബ്ലിക് ഹെൽത്ത് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു ആദ്യകാലത്ത് ഉണ്ടായിരുന്നത്. അത് പൊതുമരാമത്ത് വകുപ്പിൻ്റെ കീഴിലായിരുന്നു. തുടർന്ന് വർഷങ്ങളോളം അത് തുടരുകയും 1984 ആകുമ്പോൾ ഏറ്റെടുക്കുന്ന പദ്ധതികളെല്ലാം പല കാരണങ്ങളാൽ നഷ്ടത്തിലേക്ക് പോവുകയും ജലമേഖലയായതുകൊണ്ട് ആവശ്യത്തിന് വരുമാനം വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി കാലാകാലങ്ങളിൽ താരിഫ് കൂട്ടുവാൻ കഴിയുന്നില്ല. അതൊരു ജനപ്രിയ വിഷയമല്ല. ശമ്പള പരിഷ്കരണം നടക്കുന്നു, അധികമായ ബാധ്യത വരുന്നു, ധാരാളം ആളുകളെ പോസ്റ്റ് ചെയ്യുന്നു. ആവശ്യത്തിനായിരിക്കും, അതൊന്നും ഞാൻ കുറ്റമല്ല പറഞ്ഞത്. ശമ്പള പരിഷ്കരണമോ ആളുകളെ പോസ്റ്റ് ചെയ്യുന്നതും കുറ്റമായിട്ടല്ല പറഞ്ഞത്. പക്ഷേ എന്തായാലും വാട്ടർ അതോറിറ്റിയുടെ ബാധ്യതകൾ കൂടിക്കൂടി വന്നു. LICയിൽ നിന്നും ഹഡ്കോയിൽ നിന്നും വായ്പ എടുക്കുന്നു, വായ്പ തിരിച്ചടയ്ക്കാൻ കഴിയാതെ വരുന്നു, വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകുന്നു. ആ കാലഘട്ടത്തിലാണ് ലോക ബാങ്ക് സഹായം ലോകത്താകെ കുടിവെള്ള മേഖലയിലേക്കും നൽകുന്നത്. അങ്ങനെ കേരളത്തിലും അത്തരം ചർച്ചകൾ നടന്നു. ആ ചർച്ച നടക്കുമ്പോൾ 1984 ആ ചർച്ചകൾ നടക്കുകയും 1984 ഏപ്രിൽ മാസം 1 കേരള വാട്ടർ ആൻഡ് വേസ്റ്റ് വാട്ടർ അതോറിറ്റി നിലവിൽ വന്നു. ഏപ്രിൽ മാസം 1 നിലവിൽ വന്നു എന്ന് പറയുമ്പോൾ അത് ഇന്നത്തെ കാലത്തൊന്ന് ചർച്ച ചെയ്യുമ്പോൾ ഞാൻ ആരെയും കളിയാക്കാൻ പറയുന്നതല്ല, ഒരു ഏപ്രിൽ ഫൂൾ ആയിരുന്നോ എന്നിപ്പോൾ തോന്നിപ്പോകും. ഇനി തുടർന്നുള്ള വീഡിയോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ അങ്ങനെയും ചിന്തിച്ചു പോകുന്നു. ഒരു ഏപ്രിൽ മാസം 1 1984 കേരള വാട്ടർ ആൻഡ് വേസ്റ്റ് വാട്ടർ അതോറിറ്റി തുടങ്ങിയത്. ഒരു വിഡ്ഢി ദിനത്തിലാണ്. വേൾഡ് ബാങ്കിൽ നിന്ന് പൈസ മേടിക്കുമ്പോൾ അവർ ചില കരാറുകൾ വച്ചിരുന്നു. അന്ന് സോഷ്യൽ മീഡിയയും സാമൂഹ്യ സംഘടനകളും പരിസ്ഥിതി സംഘടനകളും NGOകളും ഒന്നും ശക്തമായിരുന്നില്ല.
വച്ചിരുന്ന കരാർ മറ്റൊന്നുമല്ല, വാട്ടർ അതോറിറ്റി കാലാകാലങ്ങളിൽ വെള്ളത്തിൻ്റെ വില കൂട്ടണം, താരിഫ് പുനർനിർണ്ണയിക്കണം, ലാഭവും നഷ്ടവും ഇല്ലാതെ 10 വർഷം കൊണ്ട് വാട്ടർ അതോറിറ്റിയുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് ലാഭത്തിലേക്ക് പോകണം. വെള്ളം അങ്ങനെ ഫ്രീ ആയിട്ടൊന്നും കൊടുക്കാനുള്ളൊരു വസ്തുവല്ല. അതെല്ലാം സമ്മതിച്ചു. അന്ന് വലിയ സമരം നടന്നു. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ശ്രീ MP ഗംഗാധരനായിരുന്നു അദ്ദേഹം അന്നത്തെ മിനിസ്റ്റർ, ജലവിഭവ വകുപ്പ് മന്ത്രി. വലിയ സമരം തിരുവനന്തപുരത്ത് നടന്നു. പക്ഷേ സമരം നടന്നപ്പോൾ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം, ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആവശ്യങ്ങൾ പരിഹരിച്ച് കിട്ടിയാൽ പിന്നെ പലപ്പോഴും കോംപ്രമൈസുകൾക്ക് തയ്യാറാകും. അപ്പോൾ വേൾഡ് ബാങ്കിൽ നിന്ന് വരുന്ന പണമല്ലേ, അത് വാങ്ങാതിരിക്കുന്നത് എന്തിനെന്ന് തോന്നി പണം വാങ്ങി. ജീവനക്കാരുടെ പെൻഷനും മറ്റു കാര്യങ്ങളുമൊക്കെ സർക്കാരിൻ്റെ പോലെ തന്നെ നിലനിർത്താമെന്നുള്ള ഉറപ്പെല്ലാം കിട്ടിയതുകൊണ്ട് സമരവും പിൻവലിച്ചു. എന്തായാലും വേൾഡ് ബാങ്ക് വാട്ടർ അതോറിറ്റിക്ക് ലോൺ നൽകി. അതിങ്ങനെ തുടർന്ന് പോയി. വാട്ടർ അതോറിറ്റി ലോകബാങ്ക് വായ്പയായി വിവിധ പദ്ധതികൾ നടപ്പിലാക്കി വരുന്ന കാലഘട്ടത്തിലാണ് 1992 അയർലൻഡിലെ ഡബ്ലിൻ എന്ന് പറയുന്ന സിറ്റിയിൽ ഒരു ഡബ്ലിൻ കോൺഫറൻസ് നടന്നു. വാട്ടറും എൻവയോൺമെൻറ്റും ഒക്കെ ആയി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു സമ്മേളനമായിരുന്നു. വിവിധ രാജ്യങ്ങളിൽ നിന്ന് ആ സമ്മേളനത്തിൽ ആളുകൾ പങ്കെടുത്തിരുന്നു, ഇന്ത്യക്കാരും പോയിരുന്നു. ജനുവരി മാസം 26 മുതൽ 31 വരെ നടന്ന കോൺഫറൻസിൽ അവസാനം ഒരു പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. ആ പ്രമേയത്തിൽ പറയുന്നത്, കുടിവെള്ളം അല്ലെങ്കിൽ ജലം, പ്രത്യേകിച്ച് കുടിവെള്ളം, ഡ്രിങ്കിങ് വാട്ടർ ഒരു റിസോഴ്സ് അല്ല. അതിനു മുമ്പ് ഇതൊരു നാച്ചറിൻ്റെ ഭാഗമായിരുന്നു, ഒരു റിസോഴ്സ് ആയിരുന്നു. ഇതൊരു അസറ്റാണ്, ഇതൊരു ആസ്തിയാണ്. ആസ്തിയാകുമ്പോൾ അതിന് വിലയിടാം, അതിൻ്റെ ലാഭനഷ്ടങ്ങൾ കണക്കാക്കാം. ഒന്നുകൂടി അവർ കടത്തി പറഞ്ഞു, ഇതൊരു എക്കണോമിക് ഗുഡാണ്, ഒരു സാമ്പത്തിക ചരക്കാണ് വെള്ളം. അങ്ങനെ ഫ്രീ ആയിട്ട് ആർക്കും കൊടുക്കേണ്ട കാര്യമില്ല, ഒന്നാമത്തെ കണ്ടീഷൻ. അപ്പോൾ ഡബ്ലിൻ കോൺഫറൻസിൽ ഒന്നാമത്തെ പ്രിൻസിപ്പിൾ, ജലം, കുടിവെള്ളം ഒരു സാമ്പത്തിക ചരക്കാണ്, എക്കണോമിക് ഗുഡാണ്. രണ്ടാമത് പറഞ്ഞത് ടോപ്പ് ടു ഡൗൺ, മുകളിൽ നിന്ന് താഴേക്ക് വിതരണം ചെയ്യുന്ന രീതി ഇനി വേണ്ട, പകരം പാർട്ടിസിപ്പേറ്ററി അപ്രോച്ച്, പങ്കാളിത്ത രീതിയാണ് വേണ്ടത്. ജനങ്ങളുടെ സമിതികൾ ഉണ്ടാക്കുകയും അവർ ഡിമാൻഡ് ചെയ്യുന്നതിനനുസരിച്ച് ഡിമാൻഡ് ഡ്രിവൻ പ്രോജക്റ്റുകളാണ് വേണ്ടത്. അവർ ആവശ്യപ്പെട്ടാൽ അവർക്ക് പദ്ധതി കൊടുക്കാം. മുകളിൽ നിന്ന് നമ്മൾ സപ്ലൈ ലൈൻ വലിച്ചിട്ട് പോകുമ്പോൾ ആവശ്യമുള്ള സ്ഥലത്തും ആവശ്യമില്ലാത്ത സ്ഥലത്തു കൂടെയൊക്കെ ലൈൻ പോകും. അതിൽ നിന്ന് ജനങ്ങൾ ആവശ്യമുള്ളവർ എടുക്കും, ആവശ്യമില്ലാത്ത മറ്റ് സ്രോതസ്സുള്ളവർ എടുക്കത്തില്ല. അതാണ് സപ്ലൈ ഡ്രിവൻ, ഒരു സെൻട്രലൈസ്ഡ് ഡ്രിവൻ അല്ലെങ്കിൽ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ജലവിതരണ സംവിധാനം. അതാവശ്യമില്ല, ഒരു ഡിമാൻഡ് ഡ്രിവൻ മതി. ആളുകളുടെ ആവശ്യാധിഷ്ഠിത രീതിയിലേക്ക് വാട്ടർ സെക്ടറിനെ മാറ്റണം. രണ്ടാമത്തെ നിയമം. മൂന്നാമത്, സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ജല ദൗർലഭ്യം നേരിടുന്നത്. അതുകൊണ്ട് സ്ത്രീകൾക്ക് എല്ലായിടത്തും പങ്കാളിത്തം കൊടുക്കണം. അടുത്ത നിയമം അല്ലെങ്കിൽ അടുത്ത തത്വമായി പറഞ്ഞത്, ഗ്രാമസഭകൾ പോലെ ജലസഭകളും വാട്ടർ ആൻഡ് സാനിറ്റേഷൻ കമ്മിറ്റികളും രൂപീകരിക്കണം. അതുപോലെ തന്നെ മൂലധനത്തിൻ്റെ, ഒരു പദ്ധതിയുടെ മൂലധനത്തിൻ്റെ 10% ഏറ്റവും കുറഞ്ഞത് ജനങ്ങൾ നൽകണം. അതോടൊപ്പം തന്നെ O&M, ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ്, ഒരിക്കൽ തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് അതിൻ്റെ ഓപ്പറേഷനും മെയിൻ്റനൻസും ജനകീയ സമിതികൾ നടത്തണം. അതുപോലെ തന്നെ ഗുണഭോക്തൃ സമിതികളെ രൂപീകരിക്കണം. അപ്പോൾ സർക്കാരിൻ്റെ ചെലവുകൾ കുറയ്ക്കുവാനും പല നിയമപരമാണ്. അപ്പോൾ വാട്ടർ സ്വകാര്യവൽക്കരിക്കുക എന്നൊക്കെയുള്ള ചർച്ചകളൊക്കെ നടന്ന കാലഘട്ടമാണ്. അപ്പോൾ തീർച്ചയായിട്ടും 4-5 തത്വങ്ങൾ പറഞ്ഞു. ഒന്നാമത്തെ തത്വം പറഞ്ഞു, വെള്ളം ഒരു സാമ്പത്തിക ചരക്കാണ്. രണ്ടാമത്, ഇത് ഫ്രീ ആയിട്ട് കൊടുക്കാനുള്ളതല്ല, ഇത് ലാഭകരമായി നടത്തേണ്ട ഒരു മേഖലയാണ്. ഇതിൽ O&M, ഓപ്പറേഷൻ മെയിൻ്റനൻസ് ജനങ്ങൾ നടത്തണം. 10% മൂലധന കോസ്റ്റിൻ്റെ, ക്യാപിറ്റൽ കോസ്റ്റിൻ്റെ 10% ജനങ്ങൾ നൽകണം. സ്ത്രീകൾക്ക് മുൻഗണന നൽകണം. പങ്കാളിത്ത കമ്മിറ്റികൾ ആണ് ഇത് നടത്തേണ്ടത്. ഗുണഭോക്തൃ സമിതികൾ ഉണ്ടാക്കണം. സന്നദ്ധ സംഘടനകൾക്ക് ഇതിനകത്ത് വലിയ പങ്കുണ്ട് എന്നുള്ള രീതിയിലൊക്കെ നിരവധി പരിഷ്കാരങ്ങൾ വന്നു. ആ പരിഷ്കാരങ്ങൾ വന്നപ്പോൾ അതിനുശേഷം ചേർന്ന ഐക്യരാഷ്ട്രസഭയുടെ സമ്മേളനം, ഹ്യൂമൻ റൈറ്റ്സ് അല്ലെങ്കിൽ മനുഷ്യാവകാശ സമ്മേളനം, ഇത് സമ്പൂർണ്ണമായി അംഗീകരിച്ചില്ല. കാരണം സർക്കാരുകൾ കുടിവെള്ള വിതരണത്തിൽ നിന്ന് ഒഴിവായി പാവപ്പെട്ട ആളുകളുടെ കുടിവെള്ള വിതരണം സാമ്പത്തികമായി മൂലധനവും അല്ലെങ്കിൽ O&M ഒക്കെ എടുക്കാൻ കഴിയാത്ത സാധാരണ ജനങ്ങൾക്കും ആദിവാസികൾക്കും ദളിതർക്കും പിന്നോക്ക വിഭാഗക്കാർക്ക് ഉൾപ്പെടെ വെള്ളം കൊടുക്കാൻ സർക്കാരിന് ഭരണഘടനാപരമായി ബാധ്യതയുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഉത്തരവാദിത്തത്തിൽ പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞുള്ള ഒരു കാഴ്ചപ്പാടും ലോകത്ത് വന്നു. അപ്പോൾ 2 കാഴ്ചപ്പാടും ലോകത്ത് നിലനിൽക്കുകയാണ്. ഇന്ത്യൻ ഭരണഘടന എടുത്താൽ ആർട്ടിക്കിൾ 21 അനുസരിച്ച് കുടിവെള്ള വിതരണവും അല്ലെങ്കിൽ കുടിവെള്ളം പോലുള്ള കാര്യങ്ങൾ മനുഷ്യന് ജീവിക്കാനുള്ള അവകാശത്തിൽ ബന്ധിപ്പിക്കാവുന്നതാണ്. അത് പ്ലാച്ചിമട കേസിലൊക്കെ നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ ഭരണഘടനയുടെ 73-74 ഭേദഗതി പ്രകാരം പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്ക് കുടിവെള്ള വിതരണത്തിൽ വലിയ പങ്കുമുണ്ട്. അത് വേറൊരു ധാരയായതുകൊണ്ട് അവിടെ നിൽക്കട്ടെ.
അപ്പോൾ 84 വാട്ടർ അതോറിറ്റി തുടങ്ങി വാട്ടർ ആൻഡ് വേസ്റ്റ് വാട്ടർ അതോറിറ്റിയായി 86 ആകുമ്പോൾ 1986 ആകുമ്പോൾ അത് കേരള വാട്ടർ അതോറിറ്റിയായി മാറി. അങ്ങനെ അതും ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് പിന്നെ വെല്ലിംഗ്ടൺ വാട്ടർ വർക്ക്സ് വന്ന കഥകളുണ്ട്. അപ്പോൾ അത് 1800 എൻ്റെ ചർച്ച ആരംഭിച്ചത്, എങ്കിലും 1929 അത് ആരംഭിച്ചത്. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ 1999 ആകുമ്പോൾ രാജ്യത്ത് വീണ്ടും ചർച്ചകൾ കൊടുമ്പിരി കൊണ്ടു. അതായത് 92 ഡബ്ലിൻ കോൺഫറൻസിൻ്റെ തുടർച്ചയായി വേൾഡ് ബാങ്കും IMFും ADBയും ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കും അതുപോലുള്ള സാമ്പത്തിക സ്രോതസ്സുകൾ കുടിവെള്ള മേഖലയിൽ മുടക്കുന്ന എല്ലാ ഏജൻസികളും ഈ 1992 തത്വങ്ങൾ ലോകത്ത് പ്രചരിപ്പിക്കണം, അതനുസരിച്ചാൽ മാത്രമേ ഇനി പണം കൊടുക്കേണ്ടതുള്ളൂ എന്ന നയപരമായ തീരുമാനത്തിലെത്തുന്നു. അങ്ങനെ 1999 ആകുമ്പോൾ ഇന്ത്യയിൽ മഹാരാഷ്ട്രയിലെ 2 ഗ്രാമപഞ്ചായത്തുകൾ, നമ്മെ ഇവിടെ ഉള്ളതുപോലുള്ള ഗ്രാമപഞ്ചായത്തുകളിൽ സ്വജൽധാര എന്നൊരു പദ്ധതി പരീക്ഷിക്കുന്നു. അത് വിജയകരമായി ജനങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടി നടപ്പിലാക്കുന്നു. 10% തുക ജനങ്ങളിടുന്നു, OM നടത്തുന്ന ജനങ്ങളാണ്. അങ്ങനെ വിജയകരമായി നടപ്പിലാക്കിയപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് തീരുമാനിച്ചു ഇനി ഇന്ത്യയാകെ ഇത് വ്യാപിപ്പിക്കണം എന്നുള്ള കാഴ്ചപ്പാടിൽ 67 ജില്ലകളിലായി 26 സ്റ്റേറ്റുകളിലെ 67 ജില്ലകളിലായി 50% കേന്ദ്ര സഹായവും 50% സംസ്ഥാന സഹായവുമായി കൊണ്ട് സ്വജൽധാര പദ്ധതി എടുത്തു. കേരളത്തിൽ കാസർഗോഡ്, കൊല്ലം ജില്ലകളിലും സ്വജൽധാര പദ്ധതി ഉണ്ടായിരുന്നു. അതിൽ സമ്പൂർണ്ണമായി ഡബ്ലിൻ പ്രിൻസിപ്പിൾ അനുസരിച്ചാണ്, കോൺഫറൻസിൻ്റെ പ്രിൻസിപ്പിൾ അനുസരിച്ചാണ് കാര്യങ്ങൾ നീങ്ങിയത്. കുറച്ച് കഴിഞ്ഞപ്പോൾ സ്വജൽധാര വാട്ടർ അതോറിറ്റി ഏറ്റെടുക്കുകയും അത് മറ്റൊരു തരത്തിലേക്ക് മാറുകയും ചെയ്തു. അതും അവിടെ തുടരട്ടെ. അങ്ങനെ ഇരിക്കുമ്പോൾ വീണ്ടും വാട്ടർ അതോറിറ്റി ഇങ്ങനെ പദ്ധതികൾ വാങ്ങുന്നു, പണം എടുക്കുന്നു. ആ കാലഘട്ടത്തിലാണ് വാട്ടർ അതോറിറ്റിക്ക് JBIC വരുന്നത്. ജപ്പാൻ ബാങ്കിൻ്റെ കുടിവെള്ള പദ്ധതി വരുന്നത്. ജപ്പാൻ ബാങ്കിൻ്റെ കുടിവെള്ള പദ്ധതി വരുമ്പോൾ ജപ്പാനിലെ കുടിവെള്ളമല്ല, കുടിവെള്ളം ഇവിടുത്തെ തന്നെയാണ്, പക്ഷേ ജപ്പാൻ്റെ സാമ്പത്തിക സഹായത്തോടു കൂടിയാണ്. അതിലുമുണ്ടൊരു കൗതുകം. ജപ്പാൻ ബാങ്ക് ലോകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രസകരമായ ഒരു കാര്യമുണ്ട്. അവർ ജപ്പാൻ ബാങ്ക് ഓഫ് ഇൻ്റർനാഷണൽ കോർപ്പറേഷൻ എന്ന് പറയുന്ന ബാങ്ക് ലോകത്തെല്ലാവർക്കും എന്ത് കൊടുക്കും? വായ്പ കൊടുക്കും. വായ്പ കൊടുത്തതിന് ശേഷം അവർ ഇൻ്റർനാഷണൽ ടെൻഡർ ഓപ്റ്റ് ചെയ്യാൻ പറയും. അപ്പോൾ ഇൻ്റർനാഷണൽ ടെൻഡർ ആണുങ്ങൾ എല്ലാ സംസ്ഥാനങ്ങളും അല്ലെങ്കിൽ രാജ്യങ്ങളും ഇടേണ്ടത്. അപ്പോൾ കേരളവും ഇൻ്റർനാഷണൽ ടെൻഡർ ഇട്ടു. ആ ടെൻഡർ പിടിച്ചത് ടോക്കിയോയിലുള്ള തന്നെ മറ്റൊരു കമ്പനിയാണ്. അവർ ആ കമ്പനി ടെൻഡർ പിടിച്ചു. അപ്പോൾ ഒരു രാജ്യം, ജപ്പാൻ പോലുള്ള രാജ്യം മറ്റു രാജ്യത്തിന് സാമ്പത്തിക സഹായം കൊടുക്കുന്നു. അതിൻ്റെ വർക്കും ആ രാജ്യത്തെ കമ്പനിക്ക് കിട്ടുന്നു. ആ കമ്പനി ഇന്ത്യയിലെ വിവിധ കമ്പനികൾക്ക് അത് സബ്ലെറ്റ് ചെയ്യുന്നു. സബ്ലെറ്റ് എന്ന വാക്കാണ് കറക്റ്റ്. അത് അവസാനം കേരളത്തിലെ കമ്പനികൾക്ക് സബ്ലെറ്റ് ചെയ്യുന്നു. കേരളത്തിലുള്ള പല സംഘടനകളും സ്ഥാപനങ്ങളും വാട്ടർ അതോറിറ്റിയിൽ നിന്ന് തന്നെ റിട്ടയർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥരെ വെച്ചിട്ട് അത് റൺ ചെയ്തു. അപ്പോൾ തീർച്ചയായും JBIC അല്ലെങ്കിൽ ജപ്പാൻ ബാങ്ക് ഓഫ് ഇൻ്റർനാഷണൽ കോർപ്പറേഷൻ പറയുന്നത് ഇവിടെ സാങ്കേതിക വിദഗ്ധർ കുറവായതുകൊണ്ട് ലോകത്തിലെ ഏറ്റവും നല്ല കരാറുകൾ ഉണ്ടാക്കുകയും ബിഡ് ചെയ്യണമെന്നൊക്കെയാണ്. അങ്ങനെയാണ് ജപ്പാനിലെ കരാർ പോകുന്നത്. പക്ഷെ അവസാനം പണിയുന്നത് നമ്മുടെ വാട്ടർ അതോറിറ്റിയിൽ നിന്ന് റിട്ടയർ ആയവരും ഈ രാജ്യത്തുള്ള സാങ്കേതിക വിദഗ്ധരും ഒക്കെ തന്നെയാണ് പണിയുന്നത്. അതൊരു നല്ല രസകരമായ, പഠിക്കാൻ കൊള്ളാവുന്ന ഒരു കേസ് സ്റ്റഡിയാണ്. അതവിടെ നിൽക്കട്ടെ, ഞാൻ ആരെയും കുറ്റപ്പെടുത്താനുള്ള യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞു പോകുന്നുവെന്ന് മാത്രം. പക്ഷേ JBIC വന്നപ്പോൾ, ജപ്പാൻ കുടിവെള്ള പദ്ധതി വന്നപ്പോൾ ആദ്യകാലത്ത് ശ്രീ AK ആൻ്റണി മുഖ്യമന്ത്രിയുടെ കാലത്ത് വലിയ എതിർപ്പ് വന്നു. അങ്ങനെയാണ് അദ്ദേഹത്തിന് കൂടി ഇഷ്ടപ്പെട്ട ചേർത്തലയിൽ കൂടി ഇത് എടുക്കാം എന്നൊരു കൺസെപ്റ്റ് വന്നപ്പോൾ അദ്ദേഹം അത് സമ്മതിച്ചു. അതുവരെ അഴിമതിയാണെന്ന് പറഞ്ഞിരുന്ന കോൺഗ്രസും ഒക്കെ ചേർത്തലയിൽ കൂടി ഈ പരിപാടി എടുക്കാം എന്ന് വന്നപ്പോൾ തീർച്ചയായിട്ടും AK ആൻ്റണി മൗനാനുവാദം നൽകി. അങ്ങനെ JBIC വന്നു. അപ്പോഴും പറഞ്ഞത് സമ്പൂർണ്ണമായി കേരളത്തിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുമെന്നാണ്. പക്ഷെ വീണ്ടും അത് പരിഹരിച്ചില്ല. അങ്ങനെയാണ് വീണ്ടും തുടരുന്നത്. ഇതിനിടയിലാണ് കൊച്ചിയിലാണല്ലോ കുടിവെള്ളം വിതരണം സ്വകാര്യവൽക്കരിക്കുന്നു എന്ന് പറഞ്ഞ് സമരം നടക്കുന്നത്. ആ കൊച്ചിയിൽ മറ്റൊരു ചരിത്രം കൂടെയുണ്ട്. 1999 ഡിസംബർ 7-8 തീയതികളിൽ കൊച്ചിയിൽ വെച്ചൊരു സമ്മേളനം ചേർന്നു. അന്ന് വാജ്പേയി പ്രധാനമന്ത്രിയും ശ്രീ വെങ്കയ്യ നായിഡു റൂറൽ ഡെവലപ്മെൻറ്റ് മിനിസ്റ്ററുമാണ്. അപ്പോൾ അദ്ദേഹം അന്ന് വന്നിരുന്നു. അന്ന് ശ്രീ VP രാമകൃഷ്ണപിള്ള അവർ RSPയുടെ അദ്ദേഹം ജലവകുപ്പ് മന്ത്രിയും ശ്രീ EK നയനാർ മുഖ്യമന്ത്രിയുമാണ്. അപ്പോൾ അവിടെ 14 സ്റ്റേറ്റുകളിലെ ആളുകൾ വന്നിരുന്നു. 11 സ്റ്റേറ്റുകളിലെ മന്ത്രിമാർ തന്നെ വന്നിരുന്നു, ജലവകുപ്പ് മന്ത്രിമാർ തന്നെ വന്നിരുന്നു. നിരവധി സന്നദ്ധ പ്രവർത്തകർ വന്നിരുന്നു. വേൾഡ് ബാങ്കിൻ്റെ പ്രതിനിധികൾ വന്നിരുന്നു. സെക്ടർ റിഫോംസ് ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്ന കാഴ്ചപ്പാടിലാണ് ഇതെല്ലാം നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആളുകൾ വന്നിരുന്നു.
പിന്നെ WSP വേൾഡ് സാനിറ്റേഷൻ പ്രോഗ്രാം എന്ന് പറയുന്ന വാട്ടർ ആൻഡ് സാനിറ്റേഷൻ പ്രോഗ്രാം എന്ന് പറയുന്ന WSPയുടെ ആളുകൾ വന്നിരുന്നു. അങ്ങനെ ഒരുപാട് ആളുകൾ വന്ന വലിയ സമ്മേളനമായിരുന്നു. ആ സമ്മേളനത്തിൽ ഒരു ഡിക്ലറേഷൻ ഉണ്ട്. ഇന്ന് കൊച്ചിയിലാണ് ഇത് സ്വകാര്യവൽക്കരിക്കുന്നു സമരം ചെയ്യുന്ന വാട്ടർ അതോറിറ്റിയിലെ ആളുകൾ മനസ്സിലാക്കുക. കൊച്ചിയിലാണ് ഡിസംബർ 7-8 1999 വെള്ളം സാമ്പത്തിക ചരക്കാണെന്നും അത് പൊതുവിതരണ സംവിധാനത്തിൽ ചെയ്യേണ്ടതല്ല എന്നും ഒരു ഡിക്ലറേഷൻ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഇനാഗുറൽ സെക്ഷനിൽ ബഹുമാനപ്പെട്ട അന്നത്തെ മുഖ്യമന്ത്രി EK നായനാർ ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ട്. ആ പ്രസംഗം ഇംഗ്ലീഷിലാണ്, അതുപോലെ തന്നെ ഞാൻ പറയാം. അദ്ദേഹം പറഞ്ഞത്, ടോപ്പ് ഡൗൺ അപ്രോച്ച് ടേക്കൺ ബൈ സ്റ്റേറ്റ് ഗവൺമെന്റ് ഈസ് ഇൻ സപ്ലൈയിങ് ഡ്രിങ്കിങ് വാട്ടർ വാസ് നോട്ട് വർക്കിംഗ് എന്ന് പറഞ്ഞാൽ KWA വർക്ക് ചെയ്യുന്നില്ല, ആ സിസ്റ്റം നന്നായി വർക്ക് ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് യൂഷ്വലി ദ പൂർ ഹൂ ബിയർ എ കമ്പാരിറ്റീവ്ലി ഗ്രേറ്റർ ബേർഡൻ ഓൺ അക്കൗണ്ട് ഓഫ് ദി ഇൻസഫിഷ്യൻസി ഓഫ് ഡ്രിങ്കിങ് വാട്ടർ. An efficient and sustainable water management strategy is necessary for the sustenance and development of society, especially in the context of depleting availability. ജലലഭ്യത കുറയുന്ന സാഹചര്യത്തിൽ ടോപ്പ് ഡൗൺ അപ്രോച്ച് കൊണ്ട് യാതൊരു കാര്യമില്ല, കേന്ദ്രീകൃത ജലവിതരണ സംവിധാനം കൊണ്ടൊന്നും ഒരു കാര്യമില്ല. അതുകൊണ്ട് നമ്മുടെ അപ്രോച്ച് മാറ്റണം എന്ന് അന്ന് മുഖ്യമന്ത്രി പ്രസ്താവിക്കുകയുണ്ടായി. അത് മുഖ്യമന്ത്രിയെ കൊണ്ട് ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന ഗവൺമെന്റിനെ കൊണ്ട് പറയിക്കാൻ കഴിഞ്ഞു എന്നുള്ളിടത്താണ് അതിൻ്റെ മറ്റൊരു രസകരമായി പഠിക്കേണ്ടുന്ന മറ്റൊരു വിഷയം. അതവിടെ നിൽക്കട്ടെ. 1970 മുതൽ ഭാരതത്തിൽ നടക്കുന്ന ജലമേഖലയിലെ പരിഷ്കാരങ്ങളെക്കുറിച്ച് അതിന് ഡെപ്യൂട്ടി ചെയർമാനായിട്ടുള്ള പ്ലാനിംഗ് കമ്മീഷന്റെ ഡെപ്യൂട്ടി ചെയർമാനായിട്ടുള്ള മിസ്റ്റർ KC പന്തും അവിടെ വിഷയങ്ങൾ അവതരിപ്പിച്ചിരുന്നു. അങ്ങനെ വ്യത്യസ്തമായ ആളുകൾ അവിടെ, അതുപോലെ SK ത്രിപാഠി ഗവൺമെന്റിന്റെ ന്യൂ ഫോം ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡ്രിങ്കിങ് വാട്ടർ സപ്ലൈ മിനിസ്റ്റർ ഓഫ് റൂറൽ ഡെവലപ്മെന്റിന്റെ SK ത്രിപാഠി, കാരണം കേന്ദ്ര ഗവൺമെന്റിൽ ഇത് ഡ്രിങ്കിങ് വാട്ടറൊക്കെ അന്ന് മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റിന്റെ ഭാഗമായി നിൽക്കുന്നതാണ്. അദ്ദേഹവും സംസാരിച്ചത്. അങ്ങനെ വളരെ രസകരമായ ഒരു സമ്മേളനം ഈ കൊച്ചിയിൽ നടന്നു. അതിനെ തുടർന്നാണ് വീണ്ടും ഇത്തരം പ്രവർത്തനങ്ങൾ രാജ്യത്താകെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 92 അയർലൻഡിലെ സമ്മേളനം, 99 കൊച്ചിൻ പ്രഖ്യാപനം, അതുപോലെ തന്നെ സ്വജൽധാര പദ്ധതി, ഇതിൻ്റെ എല്ലാം തുടർച്ചയായിട്ടാണ് 2000 ആകുമ്പോൾ ജലനിധി പദ്ധതി വരുന്നത്. വീണ്ടും ജലനിധി പദ്ധതി വരുമ്പോൾ ഈ പറയുന്ന സെക്ടറൽ റിഫോംസിൻ്റെ കാഴ്ചപ്പാട് ലോകത്താകെ വളരെ ശക്തമായി നടപ്പിലാക്കുവാൻ കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ജലനിധി സമ്പൂർണ്ണമായി അത്തരത്തിലുള്ള പ്രവർത്തനമായിട്ടാണ് ഏറ്റെടുത്തത്. സെക്ടർ റിഫോംസിൻ്റെ മേഖലാ പരിഷ്കാരങ്ങളുടെ എല്ലാ പരിഷ്കാരത്തോടു കൂടിയാണ് 10% ജനങ്ങൾ തുകയടയ്ക്കുക മൂലധനത്തിൽ. അത് പൈസയായോ മെറ്റീരിയലായോ അല്ലെങ്കിൽ ലേബർ കോസ്റ്റായോ അടയ്ക്കുക. OANDM പൂർണ്ണമായി ജനങ്ങൾ ചെയ്യുക. ജനങ്ങളുടെ ബെനിഫിഷ്യറി ഗ്രൂപ്പ് ഉണ്ടാക്കുക. ഡിമാൻഡ് ഡ്രിവൻ അപ്രോച്ച് അല്ലെങ്കിൽ ആവശ്യാധിഷ്ഠിത കാഴ്ചപ്പാട് അനുസരിച്ച് ജനങ്ങൾ 10, 20, 30 കുടുംബക്കാർ അല്ല 50 വീട്ടുകാർ ഒന്നിച്ചു വരിക. അവർ വെള്ളത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കമ്മിറ്റി കൂടുക, കുടിവെള്ള കമ്മിറ്റി കൂടുക. അവരൊരു സൊസൈറ്റി ഫോം ചെയ്യുക. അവർ എന്നിട്ട് അത് രജിസ്റ്റർ ചെയ്യുക, അതിനൊരു പേരിടുക, തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് ആ കമ്മിറ്റിയാണ് പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നത്. കേരളത്തിൽ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾ കുറെ ശക്തമായതുകൊണ്ട് പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്കും കുറച്ച് പ്രോജക്റ്റുകൾ കൊടുത്തിരുന്നു. ഇതിങ്ങനെ വന്നപ്പോഴാണ് ശ്രീ NK പ്രേമചന്ദ്രൻ അവർ മന്ത്രിയായപ്പോൾ 2ാം ഘട്ടം ജലനിധി വാങ്ങണ്ട, അല്ലെങ്കിൽ അതിൽ പ്രശ്നമാണ് എന്ന് പറഞ്ഞ് വാട്ടർ അതോറിറ്റിയിൽ നിന്ന് ശക്തമായ എതിർപ്പുണ്ടായി. കാരണം 1ാം ഘട്ട പണം സമ്പൂർണ്ണമായി ജലനിധി എന്ന് പറയുന്ന കേരള റൂറൽ വാട്ടർ സപ്ലൈ ആൻഡ് സാനിറ്റേഷൻ ഏജൻസി എന്ന് പറയുന്ന മറ്റൊരു സംവിധാനം രജിസ്റ്റർ ചെയ്ത്, ഒരു സ്വയംഭരണ സ്ഥാപനം രജിസ്റ്റർ ചെയ്താണ് നടപ്പിലാക്കിയിരുന്നത്. അപ്പോൾ വാട്ടർ അതോറിറ്റിക്ക് വലിയ റോളില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ വാട്ടർ അതോറിറ്റി ശക്തമായി സമരം ചെയ്തിരുന്നു. പക്ഷേ ശ്രീ NK പ്രേമചന്ദ്രൻ അവർ മന്ത്രിയായപ്പോൾ ഇത് മാറ്റി മൾട്ടി പഞ്ചായത്ത് പ്രോജക്റ്റ് എന്നും മൾട്ടി ലെവൽ പ്രോജക്റ്റ് എന്നൊക്കെ പറഞ്ഞ് ചവറ പന്മന പദ്ധതി, അങ്ങനെ ഒരുപാട് പദ്ധതികൾ എടുത്ത് വാട്ടർ അതോറിറ്റിയെ കൂടി ഇതിനകത്ത് ബന്ധിപ്പിച്ചു. അപ്പോൾ തങ്ങൾക്കും പൈസ കിട്ടും എന്ന് മനസ്സിലാക്കി, അല്ലെങ്കിൽ പദ്ധതിയിൽ പങ്കുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ വാട്ടർ അതോറിറ്റിയുടെ സമരമെല്ലാം തീർന്നു. തീർച്ചയായിട്ടും അവരും ഇതിനകത്ത് ഭാഗമായി. അങ്ങനെ ജലനിധി പദ്ധതി മുന്നോട്ട് പോയി. അപ്പോൾ ഇന്നിപ്പോൾ ഒരു 100-300ഓളം പഞ്ചായത്തുകൾ അല്ലെങ്കിൽ 400-നടുത്ത് പഞ്ചായത്തുകളിൽ ജലനിധി പദ്ധതിയുണ്ട്. സ്വജൽധാരയുടെ പദ്ധതികൾ നടപ്പിലാക്കിയ സ്ഥലങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ട് വാട്ടർ അതോറിറ്റിയുടെ തന്നെ വെള്ളം കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട്. അമൃത് പദ്ധതിയുണ്ട് നഗരങ്ങളിൽ, ജൻഡ്രമുണ്ട്. അത് കഴിഞ്ഞിട്ട് ഹഡ്കോയുടെ പദ്ധതികളുണ്ട്, LICയുടെ പദ്ധതികളുണ്ട്, JBICയുടെ പദ്ധതികൾ. അങ്ങനെ ഒത്തിരി പദ്ധതികൾ, നിരവധി പദ്ധതികൾ വാട്ടർ അതോറിറ്റിയുടെ ഭാഗമായും ജലനിധിയുടെ ഭാഗമായും സ്വജൽധാരയുടെ ഭാഗമായും കുടിവെള്ള മേഖലയിലുണ്ട്. ഇതെല്ലാം പറയുമ്പോഴും 70% ആളുകൾ ഇപ്പോഴും കുടിക്കുന്നത് കിണറുകളിലുള്ള വെള്ളമാണ്. അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വേറെ ഉണ്ട്.
ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ജലജീവ മിഷൻ വരുന്നത്. ജലജീവ മിഷൻ വന്നപ്പോൾ അത് കേരള വാട്ടർ അതോറിറ്റിക്ക് നിർഭാഗ്യവശാൽ അതെന്താണെന്ന് മനസ്സിലായില്ല. അവർക്കത് പൊതിയാ തേങ്ങയായിരുന്നു. അവർ അത് ഒരു സപ്ലിമെൻ്ററി അവരുടെ മറ്റ് കേന്ദ്രീകൃത പദ്ധതികൾ നടപ്പിലാക്കുന്നത് പോലെ അവരങ്ങ് പെട്ടെന്ന് 2 വർഷം 4 വർഷം 5 വർഷം കൊണ്ട് പെട്ടെന്ന് അങ്ങ് നടപ്പിലാക്കി കളയാം എന്നവർ കരുതി. അവർക്കത് മനസ്സിലായില്ല. പ്രത്യേകിച്ച് അതിൻ്റെ ഭരണതലത്തിലിരിക്കുന്നവർക്കോ ബന്ധപ്പെട്ടവർക്കോ എന്താണ് ഈ പദ്ധതി എന്നവർക്ക് മനസ്സിലായില്ല. അവർക്ക് പഠിക്കാൻ സമയം കിട്ടിയുമില്ല. ഈ പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചിരുന്ന അല്ലെങ്കിൽ പദ്ധതി വന്ന സമയത്ത് അതിൻ്റെ ഗൈഡ് ലൈൻ ഇംഗ്ലീഷിൽ കേന്ദ്ര ഗവൺമെൻറ് ഇറക്കിയിട്ടുള്ള ഗൈഡ് ലൈൻ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യുന്നതിനും കേരളത്തിൻ്റെ അനുകൂലമായ സാഹചര്യത്തിനനുസരിച്ച് തയ്യാറാക്കുന്നതിനും എനിക്ക് കൂടി അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഉണ്ടായിരുന്ന IAS കാരൻ, ഞാൻ ആരുടെയും പേര് പറയുന്നില്ല, അദ്ദേഹം ഡ്രിങ്കിങ് വാട്ടർ സെക്ടറിൽ തന്നെ നേരത്തെ ജലനിധിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ടും വാട്ടർ സെക്ടറിലും പ്രവർത്തിക്കുന്ന ആളായിരുന്നു. അപ്പം അദ്ദേഹം പെട്ടെന്ന് ഗവൺമെൻറ്റിലുണ്ടായ ഒരു എന്തോ കാരണങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് സ്ഥലം മാറ്റമുണ്ടായി. അദ്ദേഹത്തിന് വാട്ടർ അതോറിറ്റിയിൽ നിന്ന് ജലവകുപ്പിൽ നിന്ന് മാറേണ്ടി വന്നു. അപ്പോൾ അത് ഭരണപരമായ കാര്യമാണ്, ഞാനിവിടെ ചർച്ച ചെയ്യുന്നില്ല. പക്ഷേ അന്നിരുന്ന ഉന്നത ഉദ്യോഗസ്ഥർക്കാവട്ടെ IASകാർക്കാവട്ടെ വാട്ടർ അതോറിറ്റി MDക്ക് ആകട്ടെ ഇതൊന്നും മനസ്സിലായില്ല. അവർ ഇത് പൊതിയാ തേങ്ങ പോലെ അവർ വിചാരിച്ചു ജലജീവ മിഷനിങ് നമുക്കെടുക്കാം, 5 വർഷം കൊണ്ട് 2019 തുടങ്ങി 24 അവസാനിപ്പിക്കണമെന്ന് കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞു. എല്ലാ വീടുകളിലും 2 ടാപ്പ് കൊടുക്കുന്ന പദ്ധതി നടപ്പിലാക്കാമെന്ന് കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞു. ഒരു ടാപ്പിൻ്റെ പൈസ കേന്ദ്ര ഗവൺമെൻറ്റും മറ്റൊരു ടാപ്പിൻ്റെ പൈസ സംസ്ഥാന ഗവൺമെൻറ്റും, അങ്ങനെ എല്ലാ വീടുകളിലും 7-24 ശുദ്ധമായ വെള്ളം കൊടുക്കുന്ന പദ്ധതി നടപ്പിലാക്കണമെന്ന് ജലജീവ മിഷനിൽ പറഞ്ഞു. നമ്മൾ 1 വർഷം താമസിച്ചാണ് നടപ്പിലാക്കിയത്. അപ്പോൾ 1 വർഷം കൂടി നമ്മൾ ചോദിച്ചിട്ടുമുണ്ട് കേരളം. അങ്ങനെ 25 വരെ കിട്ടിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സമ്പൂർണ്ണമായിട്ട് എനിക്കറിയില്ല. പക്ഷെ എന്തായാലും നമ്മുടെ സെക്രട്ടേറിയറ്റിൽ ഇരിക്കുന്നവർക്കോ വാട്ടർ അതോറിറ്റിക്കാർക്കോ ഈ ജലജീവ മിഷൻ്റെ പൈസ ഇങ്ങ് വന്നപ്പോൾ അവർ ഈ തത്വവും മറന്നു, കാര്യങ്ങളെല്ലാം മറന്നു. അതിൽ വളരെ കൃത്യമായി അവർ ആ അവസരം നഷ്ടപ്പെടുത്തി. വണ്ടി ഇപ്പോൾ പാസ് ചെയ്ത് ഷൊർണൂർ കഴിഞ്ഞ് കാസർഗോഡ് വഴി പാലക്കാട് വഴി ചുരം പോയി കഴിഞ്ഞു. ജലജീവ മിഷൻ എന്താണെന്ന് അവർക്ക് മനസ്സിലാകാതെ, ജലജീവ മിഷനിലും ഒരു പരിധിവരെ കമ്മ്യൂണിറ്റി ഡ്രിവൺ ആണ്, ജനകീയ സമിതികളാണ് നടത്തേണ്ടത്. പഞ്ചായത്ത് രാജ് സംവിധാനങ്ങൾക്ക് വലിയ സാധ്യതയുണ്ട്. അവർ അതിൻ്റെ ശതമാന കണക്ക് തന്നെ കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ് പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾ ജനങ്ങൾ 10%, പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾ 20%, പിന്നെ ഒരു 10-30% സംസ്ഥാന ഗവൺമെൻറ്, പിന്നെ കുറച്ച് 10-40% കേന്ദ്ര ഗവൺമെൻറ്, ഇങ്ങനെ എല്ലാ 4 സംവിധാനം കൂടി ത്രിതലമല്ല, കേന്ദ്ര ഗവൺമെൻറ്, സംസ്ഥാന ഗവൺമെൻറ്, പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾ, ജനങ്ങൾ എല്ലാവരും കൂടി നടത്തുന്ന ജനകീയ സമിതികളൊക്കെ എടുത്തു ചെയ്യേണ്ടുന്നൊരു പദ്ധതിയാണ്. വാട്ടർ അതോറിറ്റി അത് ധരിച്ചത് ആ ഗൈഡ് ലൈൻ പോലും വായിച്ചു നോക്കാതെ എന്താണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നതെന്ന് പോലും ഇഗ്നോർ ചെയ്തുകൊണ്ട് അത് തീർത്തും സെൻട്രലൈസ്ഡ് ആയിട്ടുള്ളൊരു പദ്ധതിയായി നടപ്പിലാക്കാൻ ശ്രമിച്ചു. അത് ഒരു കുറ്റമല്ല, ആരെയും കുറവല്ല. ആ സ്ഥാപനം അങ്ങനെ തീരുമാനിച്ചു, അങ്ങ് ചെയ്തു. പക്ഷേ അത് വലിയ അപകടത്തിലേക്കാണ് പോയതെന്ന് ഇനിയാണ് വരാൻ പോകുന്നത് അതിൻ്റെ അപകടം. കാരണം പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളെയും കൂടി വിശ്വാസത്തിലെടുത്ത് ജനകീയ സമിതികളെയും കൂടി കുറേയെങ്കിലുമൊക്കെ സംഘടിപ്പിച്ച് കൃത്യമായി മുമ്പോട്ട് പോയിരുന്നെങ്കിൽ ജലജീവ മിഷനോടുകൂടി റൂറൽ വാട്ടർ സെക്ടറിൽ വാട്ടർ അതോറിറ്റിക്ക് വലിയ നിർണായകമായ സ്ഥാനം ഉറപ്പിക്കാമായിരുന്നു. ഇനിയിപ്പോൾ വരാൻ പോകുന്നത് വെള്ളം എല്ലാവർക്കും കൊടുക്കാൻ പൈപ്പ് ഇടുമായിരിക്കും. പക്ഷേ പൈപ്പ് കാണും, അതിനാവശ്യമായ സഫിഷ്യൻ്റായിട്ടുള്ള സുലഭമായ ജലം കേരളത്തിൽ കാണില്ല. കാരണം അത്രമാത്രം ജല പ്രതിസന്ധിയിലേക്കാണ് കേരളം പോകുന്നത്. അതുപോലെ തന്നെ O&M വലിയ പ്രതിസന്ധിയിലേക്ക് പോകും. ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് സ്റ്റാഫിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ അത്രമാത്രം സ്റ്റാഫിനെ ഒരിക്കലും ഒരു ഗവൺമെൻറ്റിനും അപ്പോയിൻ്റ് ചെയ്ത് കൊടുക്കാൻ കഴിയില്ല. അത് നമുക്ക് സ്വപ്നമായിട്ട് മാത്രമേ പറയാൻ കഴിയൂ. മാത്രമല്ല, അങ്ങനെ കൊടുക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, കൊടുത്താൽ തന്നെ സാമ്പത്തികം പിരിച്ചെടുക്കുകയും അതിൻ്റെ O&M വലിയ ബാധ്യതയായിരിക്കും വാട്ടർ അതോറിറ്റിക്ക് വരാൻ പോകുന്നത്. അപ്പോൾ വാട്ടർ അതോറിറ്റി ഇത് മനസ്സിലാക്കാതെ കുറച്ചൊന്ന് മുമ്പോട്ട് പോയി. അപ്പോൾ അത് ആരുടെയും കുറ്റമല്ല. നമ്മുടെ ചില നയരൂപീകരണം നടത്തുന്നവരും അല്ലെങ്കിൽ കേന്ദ്ര സംസ്ഥാന ആഗോള നയങ്ങളൊക്കെ വരുമ്പോൾ അത് കൃത്യമായി പഠിച്ച് അതിൽ സ്റ്റേറ്റിന് ഗുണമുണ്ടാകുന്ന രീതിയിൽ എങ്ങനെ ചെയ്യാമെന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നതിന് പകരം നമ്മുടെ ചില ആളുകൾക്ക് വെള്ളം കൊടുത്താൽ പോരെ, നമ്മൾ എന്തിനാണ് കൂടുതൽ മറ്റു കാര്യങ്ങളിലേക്കൊക്കെ വശംവദമായി ഗൈഡ് ലൈനൊക്കെ പഠിക്കാൻ പോകുന്നു എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ ഉള്ള ചിന്തകളൊക്കെ ആയിരിക്കാം. ഞാനിത് ആരെയും കുറ്റപ്പെടുത്താനോ KWAക്കാരെ കുറ്റപ്പെടുത്താനോ, അവരെല്ലാവർക്കും വെള്ളം കൊടുക്കുന്നതാണ്. കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ അവസാനം മുതൽ കുറേ വർഷങ്ങളായിട്ട് എല്ലാവർക്കും വെള്ളം കൊടുക്കുന്ന വലിയൊരു ഏജൻസിയാണ്. ഇന്ത്യയിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ്. അപ്പം അങ്ങനെ പൊതുമേഖലയിൽ എല്ലാവർക്കും വെള്ളം കൊടുക്കുന്ന, ഇടയ്ക്കിടയ്ക്ക് പൊട്ടലും ചീറ്റലും ഒക്കെ ഉണ്ടെങ്കിലും എല്ലാവർക്കും വെള്ളം കൊടുക്കുന്ന വളരെ പ്രമുഖമായൊരു സ്ഥാപനമാണ്. അപ്പം അങ്ങനെ സ്ഥാപനത്തെ കുറ്റപ്പെടുത്തുവാനോ അതിൻ്റെ ഭരണാധികാരികളെ കുറ്റപ്പെടുത്താനോ സർക്കാരുകളെ കുറ്റപ്പെടുത്താനോ ഒന്നും ഞാനും ആളല്ല. കാരണം എന്നാലും ഞാനിത് പറയുകയാണ്. പക്ഷെ ഇന്നത്തെ വാട്ടർ അതോറിറ്റിയുടെ അവസ്ഥ
എത്ര കാലം എന്നുള്ളത് വളരെ ഗൗരവമായി നാം ചർച്ച ചെയ്യണം. അതാണ് എൻ്റെ കൺസേൺ, ഞങ്ങളെപ്പോലുള്ളവരുടെ കൺസേൺ. 7200ഓളം സ്റ്റാഫ്, എഞ്ചിനീയറിംഗ് സ്റ്റാഫുമുണ്ട്, പിന്നെ മിനിസ്റ്റീരിയൽ സ്റ്റാഫുമുണ്ട്, കോൺട്രാക്ട് സ്റ്റാഫുണ്ട്, പലതരത്തിലുള്ള സ്റ്റാഫുണ്ട്. ഏകദേശം 7200. പിന്നെ കോൺട്രാക്ട് കൂടെ വരുമ്പോൾ കുറേ കൂടെ വരുമായിരിക്കും സ്റ്റാഫുണ്ട്. അതിൽ എഞ്ചിനീയറിംഗ് സ്റ്റാഫാണ് ഒരിക്കലും ഇതൊന്നും പഠിക്കുകയോ മനസ്സിലാക്കുകയോ എന്താണ് സംഭവിക്കുന്നത് ജലമേഖലയിലെന്നോ ഒന്നും മനസ്സിലാക്കാൻ ശ്രമിക്കാതിരിക്കുന്ന ഒരു വിഭാഗം, നല്ലൊരു വിഭാഗം അവിടെയുണ്ട്. അതുപോലെ തന്നെ ട്രേഡ് യൂണിയനിൽ നിൽക്കുന്നവരും, അവർ കാലാകാലങ്ങളിൽ ഏത് ഗവൺമെൻറ് ആണോ സെക്രട്ടേറിയറ്റിൽ വരുന്നത് അവരിൽ നിന്ന് പരമാവധി DA, പരമാവധി ആനുകൂല്യങ്ങൾ, പ്രൊമോഷൻ, ട്രാൻസ്ഫർ, ഇങ്ങനെ പോസ്റ്റുകൾ, ഇങ്ങനെ കാര്യങ്ങളിലേക്ക് കടന്നു പോകുന്നതിനപ്പുറം ഒരു സമഗ്രമായി ഈ പദ്ധതികളെ പഠിക്കുവാനും ഒന്നും കഴിയില്ല. വേറെയും പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യം ഭരിക്കുമ്പോൾ അതിൻ്റെ നയങ്ങൾക്കനുസരിച്ച് എതിരായിട്ട് അതിൻ്റെ യൂണിയനുകൾക്ക് പറയാൻ കഴിയില്ല. ഐക്യമുന്നണി ഭരിക്കുമ്പോൾ അതിൻ്റെ നയങ്ങൾക്കനുസരിച്ച് അവർക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ പരിമിതികളുണ്ട്. ഈ പരിമിതികൾക്കിടയിൽ നിന്നുകൊണ്ട് വലിയ പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത്. ഏകദേശം 1502 കോടി രൂപ നഷ്ടത്തിലാണ് വാട്ടർ അതോറിറ്റി ഓടുന്നത്. ഒരു 40 മുതൽ 50% വാട്ടർ ലീക്കേജാണ്. ഉൽപ്പാദന സ്ഥലത്ത് നിന്ന് ശുദ്ധജലമായി മാറ്റുന്ന സ്ഥലത്ത് നിന്ന് ലൈനിലൂടെ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്ക് എത്തുമ്പോൾ ഒരു 40 മുതൽ 50% വരെ ലീക്കേജ് വരുന്നു. ഒരു കാരണവശാലും അത്രയും ലീക്കേജ് വരാൻ പാടില്ല. അത് നമ്മുടെ എഫിഷ്യൻസിയുടെ ഒരു പ്രശ്നമുണ്ട്. അവരുടെ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരുടെ മാത്രം ഒരു പ്രശ്നമല്ല, അത് നമ്മുടെ സാങ്കേതിക വിദ്യകളുടെ പ്രശ്നമുണ്ട്, പൈപ്പിൻ്റെ പ്രശ്നമുണ്ട്, ഇടുന്ന പൈപ്പിൻ്റെ ക്വാളിറ്റി ഉണ്ട്, അതിൻ്റെ എസ്റ്റിമേറ്റിൻ്റെ പ്രശ്നം, പല പല പ്രശ്നങ്ങളുണ്ട്. ആ ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ ലോകത്താകെ ഒരു 10 മുതൽ 20% വരെ ലീക്കേജ് വരും. സമ്മർദ്ദ വാൽവിൻ്റെയൊക്കെ വ്യത്യാസമൊക്കെ കൊണ്ടുവരും. പക്ഷേ ഇവിടെ 40 മുതൽ 50% വരികയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്രൊഡ്യൂസ് ചെയ്യുന്ന വെള്ളത്തിൻ്റെ പകുതി പോലും നമുക്ക് വിറ്റ് കാശാക്കാൻ അല്ലെങ്കിൽ കൊടുത്തിട്ട് ആളുകളിൽ നിന്ന് താരിഫ് വാങ്ങാൻ പറ്റുന്നില്ല എന്നുള്ളൊരു അവസ്ഥയും ഉണ്ട്. അത് സാന്ദർഭികമായി പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ തെഫ്റ്റ് ഉണ്ട്, വളരെ വലിയ തോതിലാണ്. വലിയ സ്ഥാപനങ്ങൾ, സർക്കാർ സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ മറ്റ് കോർപ്പറേഷനുകൾ, ബോർഡുകൾ, ഒരുപാട് സ്ഥാപനങ്ങൾ വാട്ടർ അതോറിറ്റിക്ക് പണം കൊടുക്കാനുണ്ട്. അതുപോലെ വൻകിട ആളുകൾ, സാധാരണ ആളുകൾക്ക് പൈസ കൊടുക്കാനുണ്ടെങ്കിൽ അവരെ ബില്ല് കട്ട് ചെയ്യും, പെട്ടെന്ന് ആ ഒരു മാസം മാക്സിമം പോകും, അതപ്പോൾ കഴിയുമ്പോൾ അവരെ ബില്ല് കട്ട് ചെയ്യും. പക്ഷേ വൻകിട ആളുകൾ ധാരാളമായി പണം അടയ്ക്കാനുണ്ട്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഈ മേഖലയിൽ നിന്ന് എന്തുകൊണ്ട് ജല അതോറിറ്റി ഒരു പത്രപരസ്യം ചെയ്ത് ആരൊക്കെയാണ് പണം അടയ്ക്കാനുള്ളത് എന്ന് പറയുകയും ഒരു നിശ്ചിത ദിവസം കൊടുക്കുകയും ആ ദിവസത്തിനകം കഴിഞ്ഞാൽ ഇത് കട്ട് ചെയ്യുമെന്ന് പറയാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല? അത് വകുപ്പുകളാകട്ടെ, ഇനി ആര് പൈസ അടയ്ക്കാനുണ്ടെങ്കിലും ഇതൊരു സ്ഥാപനം എന്നുള്ള നിലയിൽ നിലനിൽക്കാൻ എന്തുകൊണ്ട് വാട്ടർ അതോറിറ്റി ചെയ്യുന്നില്ല? ചിലപ്പോൾ പൊളിറ്റിക്കൽ സമ്മർദ്ദമാകാം, ബ്യൂറോക്രാറ്റിക് പ്രഷറാകാം, പലതരത്തിലുള്ള കാര്യങ്ങളാകാം. എന്തായാലും അതും ചെയ്യുന്നില്ല. അപ്പോൾ വാട്ടറിൻ്റെ തെഫ്റ്റ് നടക്കുന്നു, മോഷണം നടക്കുന്നു, ബില്ലടയ്ക്കാത്ത അവസ്ഥയുണ്ട് ഒരുപാട് ആളുകൾ, അതുപോലെ തന്നെ ലീക്കേജ് നടക്കുന്നു, നഷ്ടം വരുന്നു. ഇതെല്ലാം കൂടി വാട്ടർ അതോറിറ്റി വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നു. അങ്ങനെ നിൽക്കുമ്പോഴാണ് ജലജീവ മിഷൻ പോലുള്ള പദ്ധതികൾ വന്നിട്ട് അതെന്താണെന്ന് പോലും മനസ്സിലാക്കാതെ അതും ഒരു കേന്ദ്രീകൃത പദ്ധതിയായി നടപ്പിലാക്കാൻ ശ്രമിച്ചതിൻ്റെ പ്രശ്നങ്ങളും വരാനിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് കൊച്ചിയിൽ വീണ്ടും സമരം നടക്കുന്നത്. കൊച്ചി പദ്ധതി സുയസ് എന്ന് പറയുന്ന ഒരു കമ്പനിക്ക്, അത് പിന്നെ സർക്കാരിൻ്റെ നയമാണ്, അതുകൊണ്ട് ഞാൻ അതിന് നയത്തെ ഒന്നും ഞാൻ വിലയിരുത്തുവാനോ ബഹളം ഉണ്ടാക്കാനോ ഒന്നും ഇവിടെ ഉദ്ദേശിക്കുന്നില്ല. കാര്യം പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. സുയസ് എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് 10 വർഷത്തേക്ക് 7 വർഷത്തേക്ക് അവർക്ക് അതിൻ്റെ വിതരണവും പിന്നെ ഒരു 3 വർഷം അവരുടെ ഒരു മോണിറ്ററിങ്, അങ്ങനെ ഒരു 10 വർഷക്കാലത്തേക്ക് കൊച്ചിയിലെ കുടിവെള്ള വിതരണ സംവിധാനം ഒരു കമ്പനിക്ക് ഏൽപ്പിക്കുന്നു. അതിന് ADB ആണ് ഫണ്ട് ചെയ്യുന്നത്. ADB അങ്ങനെ ഫണ്ട് തരണമെങ്കിൽ ഇങ്ങനെ ഒരു കണ്ടീഷൻ വെച്ചിട്ടുണ്ട്, നിങ്ങൾ മറ്റൊരു മിഷനെ, സുയസിന് കൊടുക്കണമെന്നല്ല, മറ്റൊരു മിഷനെ ഏൽപ്പിക്കണമെന്നുള്ളതായിരിക്കാം. അങ്ങനെ സുയസ് കമ്പനിയെ ഏൽപ്പിക്കുന്നു. ആ കമ്പനി പക്ഷേ അരുവിക്കരയിലെ പുതിയ സിസ്റ്റം, JBIC പോലുള്ള സിസ്റ്റവും മറ്റ് വാട്ടർ സപ്ലൈയും ഒക്കെ പലതരത്തിൽ സഹായിക്കുന്ന ഏജൻസിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ തീർച്ചയായും അത്തരം ഏജൻസികൾക്ക് ഇത് കൊടുക്കുന്നു, അവർക്കാണിത് കിട്ടിയിട്ടുള്ളത്. എന്തായാലും അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഉള്ള പ്രശ്നം, കേരള വാട്ടർ അതോറിറ്റിക്ക് ഇനി ആയുസില്ല. കാരണം അവർക്കിത് മനസ്സിലായിട്ടില്ല. അത് ഉദ്യോഗസ്ഥരെ മാത്രമല്ല കുറ്റം, നമുക്ക് കാലാകാലങ്ങളിലുള്ള സർക്കാരുകൾക്കും കാലാകാലങ്ങളിൽ വന്നിട്ടുള്ള ഉദ്യോഗസ്ഥ സംവിധാനത്തിനും നേതൃത്വത്തിനുമൊന്നും കൃത്യമായി ജലമേഖലയെ എങ്ങനെ ലാഭനഷ്ടങ്ങളില്ലാതെ വലിയ പരുക്കില്ലാതെ കൊണ്ടുപോകാം, അതിന് ജനങ്ങളെയും കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് എങ്ങനെ കാര്യങ്ങൾ നടപ്പിലാക്കാം എന്നുള്ള ചിന്ത പലപ്പോഴും ഇല്ലാതെ പോകുന്നു. എല്ലാം പദ്ധതികളുടെ അടിസ്ഥാനത്തിലും പണം കിട്ടുകയാണെങ്കിൽ നമുക്കത് അനുകൂലിക്കാം, പണം കിട്ടിയില്ലെങ്കിൽ എതിർക്കാം എന്നുള്ള നിലയിലുള്ള ചില സമീപനങ്ങളുമായി പോയതിൻ്റെ ഒരു ദുരന്ത ഫലം കൂടിയാണിത്. പല പദ്ധതികൾ വന്നു, സെക്ടർ റിഫോംസ് വന്നു, മേഖലാ പരിഷ്കാരം വന്നു, സ്വജൽധാര വന്നു, ജലനിധി വന്നു. ഇപ്പോഴിതാ മറ്റൊരു രൂപത്തിലേക്ക് മാറുന്നു കാര്യങ്ങൾ. തീർച്ചയായിട്ടും ഇത് സ്വകാര്യവൽക്കരണത്തിലേക്ക് പോവുകയാണോ? ഗൗരവമായി ചർച്ച ചെയ്യപ്പെടണം. അങ്ങനെയാണെങ്കിൽ പൊതുമേഖലയിൽ വെള്ളം എങ്ങനെയാണ് ആളുകൾക്ക് കൊടുക്കുക? ചർച്ച ചെയ്യപ്പെടണം.
പൊതു ടാപ്പുകൾ നിർത്തലാക്കി കഴിഞ്ഞു, ആൾമോസ്റ്റ് നിർത്തലാക്കി കഴിഞ്ഞു. അതിന് പൊതു ടാപ്പുകൾക്ക് വലിയ സാധ്യതയില്ല കേരളത്തിൽ. അപ്പോൾ എങ്ങനെയാണ് കുടിവെള്ള മേഖലയിൽ നിന്ന് ഈ സംവിധാനങ്ങൾ മാറുന്നത് എന്നുള്ളതിൻ്റെ ചരിത്രപരമായ ഒരു അന്വേഷണമാണ് ഞാൻ നടത്തിയത്. എന്തു വേണം എന്നുള്ളത് പൊതുസമൂഹം തീരുമാനിക്കട്ടെ. സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം സ്വകാര്യ മേഖലയും മറ്റ് മേഖലയൊക്കെ വരുമ്പോൾ അവർക്ക് കൂടുതൽ സൗകര്യങ്ങൾ കിട്ടും. വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ BSNL ഉണ്ടായിരുന്നതിനേക്കാൾ സൗകര്യങ്ങൾ മറ്റൊരുപാട് സ്വകാര്യ ഫോൺ സംവിധാനം വന്നപ്പോൾ ആളുകൾ കിട്ടിയല്ലോ. ദൂരദർശൻ മാത്രം ഉണ്ടായിരുന്നതിന് പകരം ഒരുപാട് ചാനലുകളായപ്പോൾ ആളുകൾക്ക് ഒരുപാട് വെറൈറ്റി ഐറ്റം കിട്ടുന്നുണ്ടല്ലോ. അതുപോലെ കുടിവെള്ള മേഖലയിലും ചിലപ്പോൾ സ്വകാര്യ സംവിധാനങ്ങൾ വന്നാൽ കൂടുതൽ കാര്യക്ഷമമാവുമായിരിക്കും. അതെല്ലാം കാലം തെളിയിക്കേണ്ടതാണ്. പിന്നെ കുടിവെള്ള മേഖല പോലുള്ള മേഖലകൾ സ്വകാര്യവൽക്കരിക്കപ്പെട്ടു പോയാൽ, സമ്പൂർണ്ണമായി സ്വകാര്യവൽക്കരിക്കപ്പെട്ടു പോയാൽ, സർക്കാരിൻ്റെ നിയന്ത്രണങ്ങൾ ഇല്ലാതായാൽ ഓരോരുത്തരുടെയും സാധാരണക്കാരുടെയും ദളിതരുടെയും പിന്നോക്ക വിഭാഗക്കാരുടെയും രോഗങ്ങളുള്ളവർക്കുമൊക്കെ വെള്ളം കൊടുക്കണം. കാര്യം കുടിവെള്ളം ഒരടിസ്ഥാന ആവശ്യമാണ്, ഓരോരുത്തരുടെയും ജന്മ അവകാശമാണ് അത് കിട്ടുക എന്നുള്ളത്. അത് നൽകുക എന്നുള്ളത് സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ്. അത് ഭരണഘടനാപരമായും ഉത്തരവാദിത്വമുണ്ട്, ഇൻ്റർനാഷണൽ തലത്തിലും ഉത്തരവാദിത്വമുണ്ട്, ഐക്യരാഷ്ട്രസഭയുടെ തലത്തിലും അതിന് ഉത്തരവാദിത്വമുണ്ട്, എല്ലാ തലങ്ങളിലും അതിന് ഉത്തരവാദിത്വമുണ്ട്. അതിനുപരിയായി മാനുഷികമായ ധാർമ്മികമായ ഒരു ഉത്തരവാദിത്വം കൂടെ ഉണ്ട് ഭരണകൂടങ്ങൾക്ക്. ആ രാജ്യത്തെ ജനങ്ങൾ ശുദ്ധവായുവും നല്ല വെള്ളവും ഭക്ഷണവുമൊക്കെ കഴിക്കുന്നു, അല്ലെങ്കിൽ കുടിക്കുന്നു, അല്ലെങ്കിൽ ശ്വസിക്കുന്നു എന്നൊക്കെ ഉറപ്പുവരുത്താൻ ഗവൺമെൻറ്റുകൾക്ക് വലിയ പങ്കുണ്ട്. അതിലേറ്റവും പ്രധാനമാണ് കുടിവെള്ളം. അതുകൊണ്ട് ഇത് എങ്ങനെ വേണം, എന്ത് വേണം എന്നുള്ളത് കേരളത്തിൻ്റെ പൊതുസമൂഹം ചർച്ച ചെയ്യട്ടെ. അത് ചർച്ച ചെയ്യുന്നതിനുള്ള ഒരു രേഖ എന്നുള്ള നിലയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇങ്ങനെ പോയാൽ വാട്ടർ അതോറിറ്റി എത്ര കാലം വാട്ടർ അതോറിറ്റി ആയുസ് കഴിഞ്ഞുവോ?